എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പ്രാണായാമത്തിൻ്റെ ഒരു പ്രധാന സെക്ഷനാണ് പഠിക്കുന്നത്. ഈ കൊറോണ വൈറസിനെ തുരത്താൻ വേണ്ടി നമുക്ക് രോഗപ്രതിരോധ ശേഷി അത്യാവശ്യമാണ്. അതുപോലെ ഈ വൈറസൊക്കെ ആദ്യം നമ്മളെ ബാധിക്കുന്നത് ലങ്സിനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ലഭിച്ചാൽ ഇത്തരം രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും. നല്ല പ്രതിരോധശേഷി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിനെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാണായാമ സെക്ഷനാണ് നാഡി ശോധന പ്രാണായാമം. അങ്ങനെ നാഡി ശുദ്ധി പ്രാണായാമം എന്നും പറയും. സൂര്യബേധി, ചന്ദ്രബേധി എന്ന് പറയുന്ന ഒരു പേരിലും പറയും. പേരുകൾ വ്യത്യസ്ത രീതിയിലൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഗുണം വളരെ അധികം ഉള്ളതുകൊണ്ട് തന്നെ വളരെ ലളിതമായിട്ട് സാധാരണ ആളുകൾക്ക് സാധന ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രാണായാമ സെക്ഷനാണ് ഇത്. പ്രധാനമായിട്ട് നമ്മുടെ നാഡികളെ ശുദ്ധീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ആസനസ്ഥിരത വന്നു കഴിഞ്ഞാൽ മെല്ലെ പ്രാണായാമം അഭ്യസിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രാണായാമം അഭ്യസിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യുന്ന പ്രാണായാമമാണ് നാഡി ശുദ്ധി പ്രാണായാമം. അപ്പോൾ പ്രാണായാമത്തിൽ ഈ സെക്ഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് 3 തരത്തിൽ ഉള്ള ഒരു ശ്വസനത്തിൻ്റെ പേരുകൾ നമ്മൾ പഠിക്കണം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് പൂരകം എന്ന് പറയും. ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുന്നതിനെ കുംഭകം എന്ന് പറയും. അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുന്നതിനെ രേചകം എന്ന് പറയും. ഇങ്ങനെ ഒരു 3 പേരുകളും കൂടി നമ്മളൊന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ശ്വാസം വളരെ സാവധാനം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക. നമുക്ക് പറ്റാവുന്ന അത്ര സമയം പിടിച്ചു നിർത്തുക. അതിനുശേഷം വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ഇതാണ് ഈ പ്രാണായാമത്തിൻ്റെ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് വളരെ ലളിതമായിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. വളരെ അഡ്വാൻസ് സെക്ഷനിലുള്ള ഒരു പഠനമൊന്നല്ല ഇത്. സാധാരണ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ഉജ്ജയ് ശ്വാസം എടുക്കുന്ന സമയത്ത് ഒരു മുദ്ര കാണിച്ചിരുന്നു. നാസിക മുദ്ര എന്നാണ് ഇതിൻ്റെ പേര്. ഈ ചൂണ്ടുവിരലും നടുവിരലും ആദ്യം മടക്കുക. എന്നിട്ട് തള്ളവിരൽ കൊണ്ട് വലത് മൂക്ക് ഇതുപോലെ അടയ്ക്കുക. അടയ്ക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഫോഴ്സ് ചെയ്തിട്ടൊന്നും അടയ്ക്കരുത്. കൈ വെറുതെ ജസ്റ്റ് ഒന്ന് അങ്ങനെ വെക്കാനേ പാടുള്ളൂ. എന്നിട്ട് ഇടത് മൂക്കിലൂടെ വളരെ സാവധാനം നമ്മുടെ നോർമൽ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ആദ്യ സെക്ഷനിൽ ശ്വാസം സാധാരണ പോലെ എടുക്കുക. മോതിര വിരലുകൊണ്ട് ഇടത് മൂക്കടയ്ക്കുക. വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ആദ്യഘട്ടത്തിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. തള്ളവിരലുകൊണ്ട് വലത് മൂക്ക് ചെറുതായിട്ടൊന്ന് അടയ്ക്കുക. വെറുതെ ഒന്ന് ഇങ്ങനെ വെക്കുക മാത്രം പാടുള്ളൂ. അത് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുന്നതൊക്കെ ഭയങ്കര അപകടമാണ്. അപ്പോൾ വളരെ ലേറ്റായിട്ട് ഇങ്ങനെ ജസ്റ്റ് അടയ്ക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം സാധാരണ എടുക്കുന്ന സമയത്ത് ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. മോതിര വിരലുകൊണ്ട് ഇടത് മൂക്ക് അടയ്ക്കുക. വലത് മൂക്കിലൂടെ ശ്വാസത്തിനെ പുറത്തു വിടുക. വീണ്ടും ശ്വാസം എടുക്കുന്ന സമയമാകുമ്പോൾ വലത് മൂക്കിലൂടെ തന്നെ ശ്വാസം എടുക്കുക. തള്ളവിരൽ കൊണ്ട് അടയ്ക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇതിൽ ആദ്യത്തെ സെക്ഷനിൽ ഹോൾഡിംഗ് ഇല്ലാതെ ചെയ്യാം. നമ്മുടെ നോർമൽ ബ്രീത്തിനെ ഇടത് മൂക്കിലൂടെ എടുത്ത് വലത് മൂക്കിലൂടെ പുറത്തേക്ക് വിട്ടിട്ടൊന്ന് പഠിക്കുക. ഒരു സ്റ്റാർട്ടിങ്ങിലാണ്. ഇതൊക്കെ ബിഗിനേഴ്സിനുള്ളതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുന്ന ആളുകളൊക്കെ ചിലപ്പോൾ വന്നിട്ട് ഇതെന്താണ് ഇങ്ങനെയെന്നൊന്നും വിചാരിക്കേണ്ട. ഇത് ആദ്യഘട്ടത്തിൽ പരിശീലിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് ശേഷം നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് ഇനി മെല്ലെ പരിശീലിച്ച് തുടങ്ങാം. ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലൊന്നും ഒരു പ്രാണായാമത്തിൻ്റെ സെക്ഷനും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നാസിക മുദ്ര പിടിക്കുക. തള്ളവിരലുകൊണ്ട് വലത് മൂക്കടയ്ക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. എന്നിട്ട് മോതിര വിരലുകൊണ്ട് അടയ്ക്കുക. 2 മൂക്കും അടച്ച് അങ്ങനെ പിടിക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം നമ്മൾ ഹോൾഡ് ചെയ്തതിന് ശേഷം ഈ വലത് മൂക്കിലെ തള്ളവിരൽ തുറന്നിട്ട് ഈ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. അതുപോലെ തന്നെ വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിട്ടതിന് ശേഷം വലത് മൂക്കിലൂടെ വീണ്ടും ശ്വാസം അകത്തേക്ക് എടുക്കുക. പറ്റാവുന്ന അത്രയും സമയം ഹോൾഡ് ചെയ്യുക. ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ രണ്ടാം ഘട്ടത്തിൽ നമ്മളിങ്ങനെ ഒന്ന് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ കൗണ്ടിങ് ചെയ്തിട്ടില്ല. ഇനി മൂന്നാം ഘട്ടത്തിൽ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ചെയ്യാം.
ശ്വാസം അകത്തേക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ 1 2 3 4 അത്രയും കൗണ്ട് ചെയ്യുക, 4 കൗണ്ടിങ്ങിൽ. എന്നിട്ട് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു 16 കൗണ്ടിങ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ 8 കൗണ്ടിങ്ങിൽ ആദ്യം പരിശീലിക്കുക. പറ്റുകയാണെങ്കിൽ 16 കൗണ്ടിങ്ങിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പം 4 16 8 എന്നുള്ള രീതിയിൽ ചെയ്യാം. ഇത് നമ്മൾ എത്ര കൗണ്ടിങ്ങിൽ ശ്വാസം എടുക്കുന്നു അതിൻ്റെ ഇരട്ടി കൗണ്ടിങ്ങിലാണ് ശ്വാസം പുറത്തേക്ക് വിടേണ്ടത്. പുറത്തേക്ക് വിടുന്നതിൻ്റെ ഇരട്ടിയാണ് ഹോൾഡ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ 4 എടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ 2 കൗണ്ടിങ്ങിൽ ശ്വാസം എടുത്തിട്ട് പഠിച്ചാലും മതി. ഇനിയിപ്പോൾ അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ കൗണ്ടിങ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 3-ാം ഘട്ടമാണ് ഞാനിപ്പോൾ പറയണേ. ആദ്യ ഘട്ടത്തിൽ വെറുതെ ശ്വാസം എടുത്ത് വിടുക മാത്രം ചെയ്യുക. 2-ാം ഘട്ടത്തിൽ ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, ശ്വാസം വിടുക. 3-ാം ഘട്ടത്തിലാണ് ശ്വാസം എടുക്കുന്നതിൻ്റെ കൂടെ കൗണ്ട് ചെയ്യേണ്ടത്. അത് 1 2 എന്നുള്ള കൗണ്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ 1 2 3 4 എന്നുള്ളൊരു കൗണ്ടിങ്ങിൽ ചെയ്യാം. ആദ്യ ഘട്ടം 2 കൗണ്ടിങ്ങിൽ ചെയ്താലും മതി, 2 കൗണ്ടിങ്ങിൽ ചെയ്യാം. എന്നിട്ട് 4 കൗണ്ട് ചെയ്യുന്ന അത്രയും സമയം പുറത്തേക്ക് വിടണം, 8 കൗണ്ട് ചെയ്യുന്ന അത്രയും സമയം ഹോൾഡ് ചെയ്യുക. അപ്പോൾ 2 8 4 എന്നുള്ള രീതിയിൽ ചെയ്താലും മതി. അതിനുശേഷം 4 16 8 ഒരു നോർമലാണത്. അത് ഒരു കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. ഒരു 16 വരെ എണ്ണുന്ന അത്രയും സമയം ശ്വാസത്തിന് നമുക്ക് പിടിച്ച് നിർത്താൻ അത് സിമ്പിളാണ്. അത്ര വലിയ ഒരു സെക്ഷനിലേക്ക് അത് ഉള്ള ഒരു പ്രാണായാമം എന്നല്ല. ഇതൊരു സിമ്പിളായിട്ട് സാധാരണ ആളുകൾക്ക് പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതാണ് നാഡി ശുദ്ധി പ്രാണായാമം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് പരിചയത്തിലുള്ള ആരെങ്കിലും വല്ല യോഗ മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ടായാലും നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ആദ്യഘട്ടം സാധാരണ ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക, ഓരോ മൂക്കിലൂടെ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുക ആദ്യഘട്ടം. 2-ാം ഘട്ടം ശ്വാസം എടുക്കുക, പറ്റാവുന്നത്ര ഹോൾഡ് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡ് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 3-ാം ഘട്ടം കൗണ്ട് ചെയ്തിട്ട് ശ്വാസം എടുക്കുക. അപ്പോൾ 2 8 4 എന്നുള്ള ഒരു കൗണ്ടിങ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുക. അത് കഴിഞ്ഞാൽ 4 16 8 എന്നുള്ളൊരു കൗണ്ടിങ്ങിലേക്ക് മെല്ലെ ആക്കുക. അപ്പോൾ ഇതാണ് നോർമൽ നാഡി ശുദ്ധി പ്രാണായാമം. അപ്പോൾ എല്ലാവർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് ശ്രമിച്ച് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.